This news is brought to you by പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. കേരള വ്യാപാരി വ്യവസായി സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതീഷ് ചുണ്ട അനുസ്മരണവും അശരണർക്കൊരു കൈത്താങ്ങ് പദ്ധതിയുടെ 2ാം വാർഷികവും യൂത്ത് വിംഗ് കൺവെൻഷനും സമിതി ഓഫീസിൽ വെച്ച് നടന്നു. ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. KVVS യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ TT കൺവെൻഷൻ ഉദ്ഘാടനവും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ യൂത്ത് വിംഗ് അംഗങ്ങളെ അനുമോദിക്കലും നിർവഹിച്ചു. മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വിജേഷ് O നിർവഹിച്ചു. യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ഫൈസൽ K അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സുഭാഷ് K സ്വാഗതവും ഷിജു NK നന്ദിയും രേഖപ്പെടുത്തി. പുളിങ്ങോം PHC ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് V, വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ ധനഞ്ജയൻ KV, MV ശശി, സുലേഖ വിജയൻ, അബ്ദുൽ ഗഫൂർ, സിജു ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് അകാലത്തിൽ വിട്ടുപോയ പ്രതീഷ് ചുണ്ടയുടെ 2ാം അനുസ്മരണ ദിനമാണിന്ന്. അദ്ദേഹം ആഗ്രഹിച്ച പോലെ അശരണർക്കൊരു കൈത്താങ്ങുന്ന പദ്ധതി വ്യാപാരി വ്യവസായ സമിതി യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് ഏറ്റെടുത്ത് നടത്തുകയും സമൂഹത്തിലെ നിരാലംബരായ വളരെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് നാടിനാകെ മാതൃകാപരമായ പ്രവർത്തനമാണ് യൂത്ത് വിംഗ് ചെറുപുഴ യൂണിറ്റ് കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നത്. നമുക്കറിയാൻ വേണ്ടി പറ്റും, സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ കച്ചവട മനസ്സിനുപരി കച്ചവട ലാഭത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന വ്യാപാരി വ്യവസായ സമിതി യൂത്ത് വിംഗിന്റെ ചെറുപുഴ പ്രവർത്തകരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. നമുക്ക് നടത്തേണ്ട ഒരു വേദിയായി എന്നുള്ള ദുഃഖകരമായ യാഥാർത്ഥ്യമായി മാറുകയാണ്. നമുക്കറിയാം, പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങനെയായിരുന്നു ചെറുപുഴയുടെ ഈ മലയോരത്തിൻ്റെ മനസ്സുകൾ, ജനങ്ങളുടെ മനസ്സുകൾ അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം JCCന്റെ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടം മുതൽ അദ്ദേഹവുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം കാക്കേജാൻ JCCന്റെ പ്രസിഡന്റായിരിക്കുന്ന കാലഘട്ടം മുതൽ അന്നത്തെ യുവജന സംഘടനകളുടെ എല്ലാം അവരെല്ലാം നേതൃപദവിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിരവധിയായ ട്രെയിനിങ്ങുകളൊക്കെ നടത്തി ഈ യുവാക്കളെ നേതൃരംഗത്തോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിൽ ഒരുപാട് ഫോട്ടോഗ്രാഫീസ് അസോസിയേഷൻ അദ്ദേഹത്തെ രംഗത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും ഈ നാടിന് എത്രമാത്രം കൈത്താങ്ങായി എന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഏറ്റവും ഉപരിയായിട്ട് ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ സഹജീവികളോടുള്ള സാധാരണക്കാരോടുള്ള മനോഭാവമാണ്. പങ്കാളിത്തമോ കാര്യമോ ഉണ്ടായിട്ട ഒരു കാലത്താണ് ഒരു നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെ, വീട് കിടക്കുന്നവനെ കൈപിടിച്ചുയർത്തുന്ന കൈത്താങ് എന്ന പദ്ധതിയുമായി വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് മുന്നോട്ട് വന്നു. നിങ്ങളുടെ കൂടെ മുന്നോട്ട് വന്ന ഒരുപാട് സംഘടനകൾ ചെറുപുഴയിൽ ഉണ്ടായിട്ടുണ്ട്. പാലിയേറ്റീവ് രംഗത്ത്, സന്നദ്ധ സാന്ത്വന സേവന രംഗത്ത് രജിസ്റ്റർ ചെയ്ത സംഘടനകൾ ചെറുപുഴയിൽ 7ഓളം സംഘടനകൾ നിലവിലുണ്ട്. അതിൽ ഇപ്പോൾ നിലവിലുള്ളത് വെറും 2 സംഘടന മാത്രമാണ്. അതിലൊന്നാണ് വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ്. രജിസ്റ്റേർഡ് പാലിയേറ്റീവ് സംഘടനയാണ്. സാധാരണഗതിയിൽ എല്ലാ സംഘടനകളും വളരെ ആവേശത്തോടുകൂടെ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരും. ഏറി വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഫോട്ടോകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ മാത്രമായി സാന്ത്വന പ്രവർത്തനങ്ങൾ ആകെ 1 കിലോ അരി കൊണ്ട് കൊടുക്കുന്നത് പോലും സന്തോഷമുണ്ട്. കാരണം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ അവസാനമായിട്ട് ഇവിടെ വന്നത്. ആദ്യമായിട്ട് വന്നതാണ്. പ്രതീക്ഷയാണെന്ന് വിളിച്ചത്. ഈ പ്രോഗ്രാമിന് യൂത്ത് വിംഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അന്ന് ഇവിടെ വന്നതാണ്. കാരണം പ്രതീക്ഷ ഞാനുമായിട്ട് 10 വർഷത്തിന് മേലെയുള്ള പരിചയമുണ്ട്. ഞങ്ങൾ JCയിൽ ഒരുമിച്ച് പ്രസിഡൻ്റായിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നാഗ്പൂരിൽ ഒരു യാത്ര പോയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അന്ന് വിളിച്ചു ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. എന്നാൽ പ്രതീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോകുമെന്ന് ഒരിക്കലും വിചാരിക്കാത്തൊരു ആകസ്മിക നിര്യാണമായിരുന്നു പ്രതീക്ഷിച്ചത്. ഒരിക്കലും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രതീക്ഷ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് മരണപ്പെട്ടത്. മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിൽ സ്വാദേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ 6 പതിറ്റാണ്ടിലേറെ കാലമായി
കുടുംബഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം, മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം. ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 9447300157. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ.